പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അണ്ണൻ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് വരാതിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്തരുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പം തള്ളിത്തന്നുകൊണ്ട് കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് വായിക്കാം. ഇതായിരുന്നില്ല ചുവന്ന ചെകുത്താന്മാർ. ഓൾഡ് ട്രഫോർഡ് എന്ന് കേട്ടാൽ പണ്ട് എതിരാളികൾ വിറയ്ക്കുമായിരുന്നു. അതായിരുന്നു ചുവന്ന ചെകുത്താന്മാർ. അതേസമയം 111 വർഷങ്ങൾക്കിപ്പുറം ചരിത്രം കുറിച്ച് ആസ്റ്റൺ വില്ല. ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ആസ്റ്റൺ വില്ല മത്സരത്തിൽ 2-1 മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തകർത്ത് വിട്ടത് ആസ്റ്റൺ വില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി മാത്യൂസ് കുഞ്ഞ, ബ്രസീലിയൻ താരമായ മാത്യൂസ് കുഞ്ഞ തന്നെയാണ് ഗോൾ നേടിയത്. അതേസമയം ആസ്റ്റൺ വില്ലയുടെ 2 ഗോൾ നേടിയത് റോജർ ആയിരുന്നു. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ മാത്യൂസ് കുഞ്ഞ് ഒരു അവസരം അദ്ദേഹം ഗോളാക്കിയപ്പോൾ ഒരു അവസരം പാഴാക്കുന്ന കാഴ്ചയും കണ്ടു. അതേസമയം ആസ്റ്റൺ വില്ല അവരുടെ ജൈത്രയാത്ര, അവരുടെ എന്താ പറയുക, ബെസ്റ്റ് പെർഫോമൻസ് തുടരുകയാണ്. 39 പോയിന്റുമായിട്ട് നമ്മുടെ ആർസനൽ 1-ാം സ്ഥാനത്തുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി 36 പോയിന്റുമായിട്ട് 2-ാം സ്ഥാനത്ത്, 35 പോയിന്റുമായിട്ട് ആസ്റ്റൺ വില്ല 3-ാം സ്ഥാനത്ത് അവരുടെ ജൈത്രയാത്ര തുടരുമ്പോൾ 2013 മെയ് 8 സർ അലക്സ് ഫെർഗൂസൻ എന്ന അവരുടെ ഇതിഹാസ പരിശീലകൻ പടിയിറങ്ങിയതിനു ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബിന് എന്താണ് ഈ സംഭവിക്കുന്നത്? ചുവന്ന ചെകുത്താന്മാരെന്ന് കേട്ടാൽ എതിരാളികൾ മുട്ടിടിക്കുമായിരുന്നു. എതിരാളികളുടെ ഓൾഡ് ട്രഫോർഡ് ഏതൊരു എതിരാളിക്കും നരകമായിരുന്നു. അവിടെ നിന്ന് സർ അലക്സ് ഫെർഗൂസൻ എന്ന ആ മനുഷ്യൻ പടിയിറങ്ങിയതിനു ശേഷം പിന്നീട് ആ ചുവന്ന ചെകുത്താന്മാരെ ആരും കണ്ടിട്ടില്ല. എത്ര പരീക്ഷണങ്ങൾ, എത്ര വമ്പൻ പരിശീലകരെത്തി, അവർക്ക് ആർക്കും സർ അലക്സ് ഫെർഗൂസന്റെ ആ ഒരു നിലവാരത്തിലേക്ക് ഉയരാനായില്ല. ഒടുക്കം വീട് വിട്ട് ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയ വേട്ടക്കാരൻ, അതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലൂടെ കളി പഠിച്ച് അവരെ ഒരുപാട് നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോയ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എത്തിയിട്ടും അദ്ദേഹത്തെ പഴിച്ച് പുറത്താക്കുന്ന കാഴ്ച കണ്ടു. എന്നിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് രക്ഷയുണ്ടായില്ല. അങ്ങനെ എത്ര പരിശീലകർ വന്ന് പോയ ക്ലബ്ബാണത്. ആ ക്ലബ്ബാണ് ഇങ്ങനെ മുടങ്ങുന്നത്. 1986 മുതൽ 2013 വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേടിയ നേട്ടങ്ങളും 2013 ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേടിയ നേട്ടങ്ങളും ചോദിച്ചാൽ ഏതൊരു ആരാധകനോടും ചോദിച്ചു നോക്കൂ. 2013 വരെയുള്ള കാലഘട്ടമാണ് സൂപ്പർ എന്ന് അവർ പറയും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇങ്ങനെ ഒരുപക്ഷെ വേർതിരിക്കേണ്ടി വരും. സർ അലക്സ് ഫെർഗൂസൻ ഉണ്ടായിരുന്നപ്പോഴും സർ അലക്സ് ഫെർഗൂസന് ശേഷവും ആ രീതിയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഈ പോക്ക്. ചുവന്ന ചെകുത്താന്മാർ എന്തായാലും എന്താ പറയുക, പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ചരിത്രങ്ങളേറെ പറയാനുള്ള ആ ഒരു ചുവന്ന സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഗൈസ് പറയാനുള്ളത്? വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ